നമസ്കാരം, ഏവർക്കും കാർമിക് സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. ഇതിനിടയിൽ ഒരു ദിവസം എൻ്റെ 6 വയസ്സുള്ള മകൻ അവൻ്റെ സ്കൂളിൽ ഒരു ജേഴ്സി ഡേ വരുന്നുണ്ട്. ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, അച്ഛേ, അമ്മേ, കുഡ് യു പ്ലീസ് ചെക്ക് ദ അവൈലബിലിറ്റി ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജേഴ്സി ഓൺ ആമസോൺ? ഞങ്ങളത് ചെക്ക് ചെയ്യുകയും അത് അവന് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഞാൻ ആദ്യം പ്ലേ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അവൻ ആ ജേഴ്സി അണിഞ്ഞുകൊണ്ട് CR7 എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോക ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ മാനറിസങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ മകൻ ഒരു സോക്കർ ആരാധകനായതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാരണം നാട്ടുമ്പുറത്തെ കാൽപന്ത് കളിയെ മാത്രമല്ല, ആഗോള ഫുട്ബോളിൻ്റെ ആവേശത്തെ മുഴുവൻ ആവാഹിച്ച വടക്കൻ മലബാറിലെ തായന്നൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് തന്നെ ജോളി തായന്നൂരും ഉദയ തായന്നൂരും കാൽപന്ത് കളിയുടെ പീലി വിടർത്തിയാടുന്ന നാട്ടിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും DNA-യിൽ പോലും ഫുട്ബോളിൻ്റെ ആവേശം അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റേതോ ഒരു കോണിൽ ഇപ്പോൾ ജീവിക്കുന്നതെങ്കിലും എൻ്റെ മകനെ എങ്ങനെ ഒരു ഫുട്ബോൾ ആരാധകനാകാതിരിക്കാൻ സാധിക്കും? ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ഒരു 6 വയസ്സുകാരൻ്റെ മനസ്സിൽ പോലും ഇത്രയും സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ലോക ഫുട്ബോളിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു മോട്ടിവേഷനും പാഠപുസ്തകവുമാണ് എന്ന്. ക്രിസ്ത്യാനോ റൊണാൾഡോ 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മദീരയിലെ ഫഞ്ചാലിൽ ആണ് ജനിച്ചത്. ഒരു പാചകക്കാരിയായ മരിയ ഡൊളോറസ് ഡോസ് സാൻഡോസ് അവീറോയുടെയും മുനിസിപ്പൽ ഗാർഡനറായ ജോസ് ഡിനിസ് അവീറോയുടെയും 4ാമത്തെ കുട്ടിയായിരുന്നു അദ്ദേഹം. ഒരു മിഡിൽ ക്ലാസ് സാധാരണ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം സ്വന്തം പ്രയത്നവും കഠിനാധ്വാനവും ഉപയോഗിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ ഒരു ഫുട്ബോൾ ഐക്കൺ ആയി എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് യഥാർത്ഥ മോട്ടിവേഷൻ. ചെറുപ്പം മുതലേ റൊണാൾഡോ ഫുട്ബോളിനോടുള്ള അപാരമായ കഴിവും അഭിനിവേശവും പ്രകടിപ്പിച്ചു പോന്നിരുന്നു. ഒരു ഗാർഡനർ എന്ന ജോലിയോടൊപ്പം ക്രിസ്ത്യാനോയുടെ പിതാവ് അന്തോറിന എന്ന ഒരു പ്രാദേശിക ക്ലബിൽ കിറ്റ്മാനായും ജോലി ചെയ്തിരുന്നു. അച്ഛൻ കിറ്റ്മാനായി ജോലി ചെയ്തിരുന്ന ടീമിനായി അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചുപറ്റി. 12 വയസ്സിൽ സ്പോർട്ടിംഗ് CPയിലേക്ക് മാറുന്നതിന് മുമ്പ് മദീരയിലെ മുൻനിര ക്ലബ്ബുകളിലൊന്നായ നാഷണലിൽ അദ്ദേഹം കളിച്ചു. വളർന്നു വരുന്ന കാലത്ത് റൊണാൾഡോ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 14ാം വയസ്സിൽ ആ പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ നേരെ കസേര വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് സ്കൂളിൽ നിന്ന് ക്രിസ്ത്യാനോ പുറത്താക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. വെല്ലുവിളികൾ അദ്ദേഹത്തെ പിന്നെയും പിന്തുടരുകയായിരുന്നു. കൗമാര കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിന് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതം അനുഭവപ്പെട്ടു. എന്നിരുന്നാലും ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം സുഖം പ്രാപിക്കുകയും തൻ്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ജീവിതം നാം വിടുമ്പോൾ തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള വിധിയുടെ ചക്രവ്യൂഹം ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ക്രിസ്ത്യാനോയെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ക്രിസ്ത്യാനോയുടെ 16ാം വയസ്സിൽ സ്പോർട്ടിംഗ് CP അവരുടെ ആദ്യ ടീമിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ വഴിത്തിരിവായത്. അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണവും കഠിന പരിശ്രമവും CPയുടെ ഒരു സീസണിൽ Under-16, Under-17, Under-18 B ടീമിനും വേണ്ടി കളിക്കുന്ന ആദ്യ കളിക്കാരനായി അദ്ദേഹം മാറി. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരായ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം സർ അലക്സ് ഫെർഗൂസനെ ആകർഷിച്ചു. ഇത് അദ്ദേഹത്തെ ഇംഗ്ലീഷ് ക്ലബിലേക്ക് മാറ്റുന്നതിലേക്ക് നയിച്ചു. 2003 മുതൽ 2009 വരെയുള്ള കാലയളവിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചു. അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് 12 മില്യൺ പൗണ്ടിനായിരുന്നു. ഒരു കൗമാരക്കാരനായ കളിക്കാരൻ്റെ റെക്കോർഡ് ഫീ. സർ അലക്സ് ഫെർഗൂസൻ്റെ കീഴിൽ ക്രിസ്ത്യാനോ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറായി രൂപപ്പെട്ടു. 2008 അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ ബാലൺ ഡിയോർ പുരസ്കാരത്തിന് അർഹനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ 5 പ്രാവശ്യം അദ്ദേഹം ബാലൺ ഡിയോർ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. 2009 ലോകോത്തര റെക്കോർഡായ 80 മില്യൺ പൗണ്ടിന് അദ്ദേഹം റിയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്തു.
കൈവിടാത്ത കഠിന പ്രയത്നവും ഡെഡിക്കേഷനും അദ്ദേഹത്തെ 450 ഗോളുമായി ക്ലബിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആക്കി മാറ്റി. ലയണൽ മെസ്സിയുമായി അദ്ദേഹത്തിൻ്റെ മത്സരം ഫുട്ബോൾ ആധിപത്യത്തിൻ്റെ ഒരു യുഗത്തെയാണ് നിർവചിച്ചത്. 2018 റൊണാൾഡോ 100 മില്യൺ യൂറോയ്ക്ക് യുവൻറ്റസിൽ ചേർന്നു. 2 സീരിയ കിരീടങ്ങൾ നേടുകയും ഗോൾ നേടുന്നതിൽ തൻ്റെ മികവ് തുടരുകയും ചെയ്തു. 2021 റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങി. പക്ഷേ ടീം പ്രശ്നങ്ങളും മാനേജ്മെൻറ്റ് മാറ്റങ്ങളും കാരണം അദ്ദേഹത്തിൻ്റെ രണ്ടാം ഘട്ടം ശോഭിക്കാനായില്ല. 2023 റൊണാൾഡോ അൽ നാസറുമായി കരാറിൽ ഒപ്പുവെച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഫുട്ബോൾ ശമ്പളം നേടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൃത്യമായ വിവരങ്ങളില്ലെങ്കിലും ഇത് ഏകദേശം 200 മില്യൺ യൂറോ പെർ ഇയർ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. 2016 യൂറോയിലും 2019 യുവേഫ നേഷൻസ് ലീഗിലും പോർച്ചുഗലിനെ വിജയത്തിലേക്ക് നയിച്ച അദ്ദേഹം ഏറ്റവും മികച്ച അന്താരാഷ്ട്ര കളിക്കാരിൽ ഒരാളെന്ന തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. കഠിനാധ്വാനം, ആത്മസമർപ്പണം, വിജയത്തിനുള്ള അക്ഷീണമായ ശ്രമം എന്നിവയുടെ തെളിവാണ് റൊണാൾഡോയുടെ ജീവിതവും കരിയറും. സമകാലിക ഫുട്ബോൾ കാലഘട്ടത്തിലും അദ്ദേഹം റെക്കോർഡുകൾ തകർക്കുകയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച് തൻ്റെ കഴിവും പ്രതിജ്ഞാബദ്ധതയും പ്രതിഭയും കൈമുതലാക്കി കോടിക്കണക്കിന് രൂപ താരമൂല്യമുള്ള സ്പോർട്സ് ഐക്കൺ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര തുടരട്ടെ. ജീവിത പ്രതിബന്ധങ്ങളോട് പടവെട്ടി ഉയർന്നു വന്ന അദ്ദേഹത്തിൻ്റെ ആ ആത്മസമർപ്പണത്തെ, പ്രയത്നത്തെ നമുക്ക് മാതൃകയാക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ആറ്റിക്കുറുക്കി പറഞ്ഞിരിക്കുന്ന വാചകങ്ങളുണ്ട്. അതിൽ പ്രസിദ്ധമായ ഒന്ന് ഇതാണ്: ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ ഇൻ യുവർ ലൈഫ്, ഡ്രീംസ് ആർ തിങ്സ് വിച്ച് ഡു നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത കാര്യങ്ങളാണ് സ്വപ്നം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് കാർമിക് സൈക്കിൾ ബൈ സനീഫ്, സൈനിങ് ഓഫ്.